മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ വായ്പ എഴുതിത്തള്ളുന്നതിൽ ഹൈക്കോടതിയിൽ മറുപടി നൽകാതെ കേന്ദ്ര സർക്കാർ. കേന്ദ്രം 3 ആഴ്ച സമയം ചോദിച്ചു. സംസ്ഥാന സർക്കാർ കടം എഴുതിത്തള്ളിയത് ഓർമ്മിപ്പിക്കുകയാണ് കോടതി. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി. വിഷ്ണു, തുടക്കം മുതൽ തന്നെ വയനാടിന്റെ കാര്യത്തിൽ, വയനാട് നൽകുന്ന കേന്ദ്ര സഹായത്തിന്റെ കാര്യത്തിലൊക്കെ അത്തരത്തിലും അങ്ങേയറ്റം നിഷേധാത്മക സമീപനം തന്നെയായിരുന്നു കേന്ദ്രം സ്വീകരിച്ചിരുന്നത്. വായ്പ എഴുതിത്തള്ളുന്ന കാര്യത്തിലും അത്തരത്തിൽ മിണ്ടാപ്പോക്കോ മുട്ടാപ്പോക്കോ എന്നൊക്കെ വിളിക്കാവുന്ന തരത്തിലുള്ള നിലപാട് തന്നെ കോടതിയിൽ സ്വീകരിക്കുകയാണോ കേന്ദ്രം? വിഷ്ണു, ഹാഷ്മി, കഴിഞ്ഞ തവണകളൊക്കെ ഈ ഹർജി പരിഗണിച്ച ഘട്ടത്തിൽ അതിരൂക്ഷ വിമർശനം കോടതിയുടെ ഭാഗത്ത് കേന്ദ്ര സർക്കാരിനുണ്ടായിരുന്നു. കേന്ദ്ര സർക്കാരിന് വായ്പ എഴുതിത്തള്ളാൻ അധികാരമില്ലെന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം എന്ത് എന്ന് കോടതി ചോദിച്ചു. കഴിഞ്ഞ തവണ വ്യക്തമാക്കിയത് ഇതൊരു അന്തിമ അവസരമാണ്. ഈ ഓണം വെക്കേഷൻ കഴിഞ്ഞ് ഈ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ നിങ്ങൾ ഈ വിഷയത്തിൽ നിലപാട് സ്വീകരിക്കണം എന്നാണ് കോടതി പറഞ്ഞിരുന്നത്. പക്ഷേ കേന്ദ്രം ഇപ്പോഴും ഒളിച്ചുകളി തുടരുകയാണ്. 3 ആഴ്ച കൂടി സാവകാശം തേടിയിരിക്കുന്നു. നിലവിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് മറുപടി ലഭിച്ചിട്ടില്ല എന്നാണ് അഡീഷണൽ സോളിസിറ്റർ ജനറൽ കോടതിയെ അറിയിച്ചിട്ടുള്ളത്. നിലവിൽ 3 ആഴ്ച സാവകാശം നൽകിയിട്ടുമുണ്ട്. ഈ അപകടം നടന്ന് 1 വർഷം പിന്നിടുന്നു. അതിൻ്റെ നടപടിക്രമങ്ങൾ സംസ്ഥാന സർക്കാർ ആകട്ടെ ഈ വായ്പകൾ എഴുതി നൽകുന്നതിൽ വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു. അതൊരു മാതൃകയാക്കി കൂടെ എന്ന് പോലും ഹൈക്കോടതി ചോദിച്ചിരുന്നു. ഫെഡറൽ തത്വങ്ങളൊക്കെ മുൻപിലില്ലേ എന്നും ഹൈക്കോടതി ഇന്ന് ഈ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ ചോദിച്ചിരുന്നു. അപ്പോഴും ഇതിലൊരു മറുപടി നൽകാൻ കേന്ദ്ര സർക്കാരിന് ആയിട്ടില്ല. 3 ആഴ്ച സാവകാശം തേടി ആ 3 ആഴ്ച സാവകാശം നൽകിയിട്ടുണ്ട്. ഇനിയും ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകാനാകില്ല എന്നൊരു മുന്നറിയിപ്പ് കൂടി ഹൈക്കോടതി കേന്ദ്ര സർക്കാർ അഭിഭാഷകനെ നൽകിയിട്ടുണ്ട്. പക്ഷേ 3 ആഴ്ചയ്ക്ക് ശേഷമായിരിക്കും കേന്ദ്രം ഈ വിഷയത്തിൽ നിലപാടറിയിക്കുക. ഈ ദുരന്തബാധിതരെ സംബന്ധിച്ച് അവരോടുള്ള വെല്ലുവിളി കൂടിയായി ഇത് കണക്കാക്കാം. സംസ്ഥാന സർക്കാർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ഈ വായ്പ എഴുതിത്തള്ളാനാകുമോ ഇല്ലയോ, ഈ 2 കാര്യത്തിൽ ഒരു തീരുമാനം നിങ്ങൾ പറയണം. കാരണം ഞങ്ങളുടെ വികസന പ്രവർത്തനവുമായി മുന്നോട്ട് പോകണം, ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കാനുണ്ട്. കേന്ദ്ര നിലപാട് കൂടി അറിഞ്ഞ ശേഷമായിരിക്കും ആ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ ഒരു തീരുമാനമെടുക്കാനാകുക. അതുകൊണ്ട് കേന്ദ്രം ഇങ്ങനെ ഈ നിലപാട് നീട്ടിക്കൊണ്ടുപോകുന്ന ഒളിച്ചുകളി തുടരുന്നത് അതത്ര ഭൂഷണമല്ല എന്ന് സംസ്ഥാന സർക്കാരും കോടതിയെ അറിയിച്ചിരുന്നു. പക്ഷേ കേന്ദ്രം ഇപ്പോഴും ഇതിൽ ഒരു ഒളിച്ചുകളി തുടരുകയാണ്. 3 ആഴ്ച കൂടി സാവകാശം തേടിയിരിക്കുന്നു. ഹൈക്കോടതി ആ സാവകാശം അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഹാഷ്മി, ഓക്കെ. വിഷ്ണു സുരേഷാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകി. അതിൽ കോടതിയുടെ കൂടുതൽ ഇടപെടൽ തന്നെ വേണ്ടിവരും എന്ന് തോന്നുന്നു. നമ്മൾ വയനാടിന് കേന്ദ്ര സഹായം നൽകാത്ത കാര്യത്തിൽ കോടതിയുടെ ഇടപെടലും ഒക്കെ കണ്ടാണ്. ലാസ്റ്റ് വായ്പയായി നൽകിയതൊക്കെ നമ്മൾ കണ്ടതാണ്. ഏറ്റവും ഒടുവിൽ ഈ പറയുന്ന കഷ്ടപ്പെടുന്നവരാണ്, അങ്ങേറ്റം കഷ്ടപ്പെടുന്നവരാണ്. ഈ വായ്പ എഴുതി തള്ളാത്ത കാരണമുള്ള ബുദ്ധിമുട്ട്, ബാങ്കുകളുടെ ഭീഷണിപ്പെടുത്തലും ശല്യം ചെയ്യലൊക്കെ അനുഭവിക്കുന്നവരാണ്. അപ്പോൾ ഇപ്പോഴും കേന്ദ്രം മുതൽ നിലപാട് പറഞ്ഞിട്ടില്ല. പിന്നെ പറയാം എന്നാണ് പറയുന്നത്.